ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ ടൈം. നമ്മളിന്ന് ഉച്ചയൂണിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു കിഡിലൻ കറി കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബംഗാളി ഡിഷായ ദഹി ബേഗനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതിയാവും നമുക്ക് ചോറ് വയറ് നിറച്ച് കഴിക്കാൻ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ദഹി ബേഗൻ എന്ന് നോക്കിയാലോ. ആദ്യമേ തന്നെ 3 കത്രിക്ക ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ നല്ല വൃത്താകൃതിയിൽ മുറിച്ച് വയ്ക്കുക. അധികം കനം കൂട്ടിയും അരിയരുത്, തീരെ നൈസായിട്ടും അരിയരുത്. ഈ ഒരു അളവിൽ നമുക്ക് അരിഞ്ഞ് വയ്ക്കുക. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതേപോലെ ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തൊരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കരുത്, കാര്യം ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതിലേക്ക് നമുക്കിതിങ്ങനെ വറുത്തെടുക്കുക. തിരിച്ചും മറിച്ചും 2 വശവും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതേപോലെ നല്ല ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല കട്ടിയുള്ള തൈര് എടുക്കണം. ഇതേപോലെയുള്ള കട്ടിയുള്ള തൈര് എടുക്കുക. അധികം പുളിയില്ലാത്ത തൈരായിരിക്കും നല്ലത്. അത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കാര്യം ഇത് അധികം ലൂസായിട്ടുള്ള ഒരു കറിയല്ല. അതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക. നല്ല മോര് പോലെ ആയി പോകരുത്, ഇച്ചിരി തിക്നെസ് വേണം. അതിലേക്കൊരു 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കട്ടി വേണം നമ്മുടെ തൈരിന് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കത്രിക്ക ഉണ്ടല്ലോ, വഴുതനങ്ങ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലായിടവും ഒന്ന് ആക്കുക. ഇനി നമുക്ക് താളിക്കേണ്ട പരിപാടിയും കൂടി ഉള്ളൂ. നമ്മുടെ കറി റെഡിയാണ്. നമുക്ക് താളിക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിക്കരുത് കേട്ടോ. നമുക്കിതിലേക്ക് കടുക്, അതുപോലെ തന്നെ നല്ല ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പൊട്ടി വരുന്നത് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 4-5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും വറ്റൽ മുളകും ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് കൂടി ഇട്ട് കൊടുക്കുക. നമ്മുടെ കറിക്ക് നല്ലൊരു കളറും എരിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ കറിയിലേക്ക് താളിച്ച് അങ്ങനെ ഒഴിക്കുക. സൂപ്പർ കറിയാണ്. ഈ ഒരു കറി മാത്രം മതി, ഞാൻ വെറുതെ പറഞ്ഞതല്ല. നിങ്ങൾ തീർച്ചയായിട്ടും കഴിച്ചിട്ടില്ലാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വഴുതനങ്ങയും കത്രിക്കയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ, തൈര് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു കറി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ വീണ്ടും വരും. ചാനൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.